ഗുഡ് ഈവനിങ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കിട്ടണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഹോക്കിംഗ് വളരെ ഗൗരവതരമായ ഒരു രോഗം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി വളരെ അനിശ്ചിതത്വത്തിലായ അവസ്ഥയെക്കുറിച്ച് ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സ് ഈ അവസ്ഥയിൽ, അതായത് രോഗത്തിൻ്റെ ഈ അവസ്ഥയിൽ അധികം മൂർച്ഛിക്കാതെ അങ്ങനെ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുമെന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും വളരെ വേഗം ഈ രോഗം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഡോക്ടർമാർ വിധി എഴുതി 2 വർഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ രോഗത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അല്പം പതുക്കെയായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. അദ്ദേഹം തന്നെ പറയുന്നത് ഐ ഡിഡ്ന്റ് ഡൈ, ഞാൻ മരിച്ചില്ല. പക്ഷേ ഭാവിയിൽ വലിയൊരു കറുത്ത മേഘം അദ്ദേഹത്തിന്റെ ഭാവിയിൽ ഇങ്ങനെ മൂടി നിന്നിരുന്നു. ഭാവിയിൽ എന്തും സംഭവിക്കാം, എപ്പോഴും മരണം തന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷെ അയാൾ പറയുന്നു, ഈ അവസ്ഥയിൽ എൻ്റെ അത്ഭുതം എന്നേ പറയണ്ടു, ഞാൻ ഈ അവസ്ഥയിൽ ജീവിതത്തെ അല്പാൽപ്പം ആസ്വദിച്ചു തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മരണം ഏതായാലും ഉണ്ട്, അത് അല്പം നീട്ടിവെച്ചെങ്കിലും മരണമെന്നുള്ള ആ സത്യത്തെ നേരിടാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തു മാനസികമായി. പക്ഷേ ഈ അപകടകരമായ അല്ലെങ്കിൽ വളരെ ആശങ്കാജനകമായ ഈ സാഹചര്യത്തിൽ പോലും അദ്ദേഹം ജീവിതത്തെ അല്പാൽപമായി ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് അപ്പോഴാണ്. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ, സെന്റ് ആൽബൻസിൽ വെച്ച് ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് അദ്ദേഹം ഒരു ആളെ കണ്ടുമുട്ടുകയാണ്. ജെയിൻ വൈൽഡ് എന്ന ഒരു ലേഡിയെ കണ്ടുമുട്ടുകയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് വഴിത്തിരിവായ ലേഡിയാണ് ജെയിൻ വൈൽഡ്. അവർ ഇദ്ദേഹത്തിൽ ആകർഷയായി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന വിദ്യാർത്ഥി വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു. ഒരു പ്രത്യേക സ്വഭാവക്കാരനും ശാഠ്യക്കാരനും ദേഷ്യക്കാരനും ഒക്കെ ഈ ഹോക്കിങ്ങിന്റെ ക്യാരക്ടറിനെ അവർക്ക് നന്നായിട്ട് ബോധിച്ചു. ഏറ്റവും കൂടുതലായിട്ട് അവരെ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ നർമ്മബോധമാണ്. അങ്ങനെ വീണ്ടും ജെയിനിനെ കാണുന്നത്, സ്റ്റീഫൻ ഹോക്കിംഗ് വീണ്ടും ജെയിനിനെ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആയതിനു ശേഷമാണ്. പക്ഷേ ഈ അവസ്ഥയിൽ അദ്ദേഹം വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു രണ്ടാമത് ജെയിൻ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ജെയിൻ പറയുന്നു, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ പറയാണ്, അദ്ദേഹത്തിന്റെ ഈ കണ്ടീഷനിൽ, മാനസികവും ശാരീരികവുമായ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വരെ നഷ്ടമാകുകയും അതേപോലെ തന്നെ ശാരീരികമായി വളരെ വിഷമതകൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ പോലും ഞാൻ പിന്നെ എന്നെ അതിന്റെ ചിന്താഗതിയിൽ നിന്ന് മാറ്റാൻ ഇതൊന്നും ഇടയാക്കിയില്ല. പിന്നെ അവരെ പറ്റി പറയാണ്, ഷി വാസ് എ ഷൈ ടീനേജർ, ലജ്ജാവതിയായ ഒരു ടീനേജർ ആയിരുന്നു, കൗമാരക്കാരിയായിരുന്നു. പക്ഷെ ഗൗരവ പ്രകൃതക്കാരിയാണ്. അത് മാത്രമല്ല, നല്ല ഒരു ദൈവവിശ്വാസിയും കൂടിയാണ്. അമ്മയാണ് ആ ദൈവവിശ്വാസം അവരിൽ ഉണ്ടാക്കിയതെന്നുകൂടെ അവർ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അവൾക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും നന്മ അതിൽ ഉണ്ടാകും എന്നുള്ള ഒരു ശക്തമായ ആത്മവിശ്വാസത്തിന് ഉടമയായിരുന്നു ഈ ജെയിൻ വൈൽഡ്. അതാണ് പിന്നീട് ഹോക്കിങ്ങിനെ വളരെ അധികം സ്വാധീനിക്കുകയും അദ്ദേഹത്തിന് വളരെ പ്രയോജനകരമാകുകയും ചെയ്തത്. ഈ ഹോക്കിങ് ജെയിൻ വൈൽഡിന്റെ ഈ ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, ഈ പാഠത്തിന്റെ തന്നെ ഒരു തീം അതാണ്. അത് കുട്ടികളിൽ ഉണ്ടാക്കുക, പുതിയ യുവാക്കളിൽ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പാഠത്തിന്റെ ഈ
പ്രൊഫൈല് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഹോക്കിംഗ് അവരുടെ ജെയിൻ വൈൽഡിന്റെ ഓപ്റ്റിമിസം വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് വളർന്നു. രണ്ടുപേരും തീരുമാനിച്ചു, രണ്ടുപേരും ചേരുകയാണെങ്കിൽ ഈ അവരുടെ ആത്മവിശ്വാസവും സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുദ്ധിയും കഴിവും അദ്ദേഹത്തിന്റെ സയൻസിലുള്ള പാഠവും ഒക്കെ തന്നെ ഈ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ, ലോകത്തിന് പ്രയോജനകരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു കെയോസിൽ ഒരു ഫെലോഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോളേജായ കെയോസ് കോളേജിൽ ഫെലോഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് 1965 ഫെലോഷിപ്പ് കിട്ടി. അതേ വർഷത്തിൽ തന്നെ 1965 തന്നെ ജെയിൻ വൈൽഡിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വഴിത്തിരിവായി മാറിയ ഒരു സംഭവമാണ് ഇത്. പിന്നെ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ കൂടെ അദ്ദേഹത്തിനെ അറിയാവുന്നവർ ഓർമ്മിക്കുകയാണ്, അയാൾ വളരെ കഷ്ടപ്പെട്ട് ചുവരിനോട് ചേർന്നുകൊണ്ട് നടന്ന് പോകുന്ന ഹോക്കിങ്ങിനെ 1960s അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു സുഹൃത്തുക്കൾ. അദ്ദേഹത്തിന് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശാരീരികമായി ഈ വെല്ലുവിളി നേരിടുന്ന ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ആ കാലഘട്ടത്തിൽ തന്നെ 1960s മറ്റ് പല ബഹുമാനിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞരുടെ മുമ്പിൽ മറ്റു പലരും നിശബ്ദരായി നിന്നപ്പോൾ പല ബുദ്ധിപരമായ ചോദ്യങ്ങളും ധൈര്യപൂർവം ചോദിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം ചോദിക്കുന്നതിന് വളരെ കൃത്യമായ ധാരണകളുള്ള ചോദ്യമായിരുന്നു. വളരെ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ ചിന്താരീതിയാണ് അദ്ദേഹത്തിന്റെ ഈ സയൻസിലുള്ള അഗാധമായ പാഠവം ആ കാലഘട്ടത്തിലാണ് തിരിച്ചറിയപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു ജീനിയസ് എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, മറ്റൊരു ഐൻസ്റ്റീൻ എന്നുള്ള പേര് കൂടെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഈ പ്രത്യേക സ്വഭാവമാണ്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം, പ്രൊഫൈലിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം, 1980 അദ്ദേഹം ഒരു പുതിയ പുസ്തകം എഴുതുന്ന സംരംഭം ആരംഭിച്ചു. പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തിനെ തന്നെ വളരെ രസകരമായിട്ട് അനുഭവപ്പെട്ട ധാരാളം ചോദ്യങ്ങളാണ്, നമ്മുടെ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങളാണ്. അതിൽ ചിലത് ഇതൊക്കെയാണ്: വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം വന്നത്? ഇതിന് ബൗണ്ടറീസ് ഉണ്ടോ? അതിന് അതിരുകളുണ്ടോ? ഇത് എപ്പോഴെങ്കിലും അവസാനിക്കുമോ? ഈ യൂണിവേഴ്സിനെയും അതിലുള്ള കാര്യങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിയറി ഉണ്ടോ? സമയത്തിന് ഒരു തുടക്കമുണ്ടോ? സമയം തിരിച്ചു പോകുമോ? ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഒക്കെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം അതിന്റെ ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 1984 പൂർത്തിയാക്കി. അതിന്റെ റിവിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കാര്യമായി അദ്ദേഹത്തെ ബാധിച്ച ഒരു സംഭവം ഉണ്ടായാണ്. ന്യൂമോണിയ ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. അവിടെ ന്യൂമോണിയ ഡോക്ടർമാർ വിധി എഴുതി. അദ്ദേഹത്തിന്റെ ന്യൂമോണിയ സുഖപ്പെടണമെങ്കിൽ ഒരു ട്രാക്കോട്ടമി ഓപ്പറേഷൻ, അദ്ദേഹത്തിന്റെ വിൻപൈപ്പ് ശ്വാസനാളം നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജീവൻ രക്ഷിക്കാം, പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും സംസാരിക്കാനോ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കാനോ പറ്റില്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ഭാര്യയായ ജെയിൻ വൈൽഡിനെ അറിയിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടി ജെയിൻ വൈൽഡ് അതിന് സമ്മതം മൂളി. അങ്ങനെ ട്രാക്കോട്ടമി ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനോ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കാനോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഭാവി വളരെ അനിശ്ചിതാവസ്ഥയിലായി. ജെയിൻ പറയുകയാണ് അദ്ദേഹത്തിന്
മൂക്കിൽ കൂടിയോ വായിൽ കൂടിയോ ശ്വസിക്കാൻ പറ്റിയില്ല. തൊള്ളയിൽ ഉണ്ടാക്കിയ ഒരു തുളയിൽ കൂടിയാണ്, ഒരു ഹാളിൽ കൂടിയാണ് അദ്ദേഹം പിന്നീട് ശ്വസിച്ചത്. കുറച്ച് കാലത്തെ ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹം വീട്ടിൽ വീണ്ടും തിരിച്ചെത്തി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് പുറം ലോകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വാൾട്ട് വോൾട്ടോസ് എന്നു പേരായ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണ്. ഈക്വലൈസർ എന്നുള്ള ഒരു ഉപകരണം. ഈ ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ലോകവുമായിട്ട് സംവദിക്കാൻ കഴിയുമായിരുന്നു. ഒരു സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ ആ ചിന്തക്കനുസരിച്ച് വേർഡ്സ് തെളിഞ്ഞു വരുന്ന ഒരു പ്രത്യേക ഉപകരണമാണ് ഈക്വലൈസർ. ഈ ഉപകരണം ഉപയോഗിച്ചാണ് അദ്ദേഹം പിന്നീട് ലോകത്തോട് ബന്ധപ്പെട്ടത്, സംവദിച്ചത്. അങ്ങനെ ഈ അവസ്ഥയിൽ പുസ്തകം ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്നു, അസാധ്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ബ്രിയാൻ വിറ്റ് എന്നുള്ള സ്റ്റുഡന്റിന്റെ സഹായത്തോടു കൂടി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള പുസ്തകം 1988 പ്രസിദ്ധീകരിച്ചു. പിന്നെ 2005 എബ്രിഡ്ജ്ഡ് വേർഷൻ, കുറച്ചുകൂടെ പരിഷ്കരിച്ച വേർഷൻ പിന്നീട് പുറത്തിറക്കി. പിന്നെ പല തവണകളിലായിട്ട് ഈ പുസ്തകം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് വൺ വിൽ എൻകൗണ്ടർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ഇൻ ദി ബുക്ക് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുകയാണ്. ധാരാളം വൈരുദ്ധ്യങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് ഓരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല, സമയ ലഭ്യത കുറവ് കാരണം അത്രത്തോളം പ്രധാനമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഏതാണ്ട് അവസാന ഭാഗത്ത് പറയുന്നത് ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ഹി ഹാസ്. പറയാണ് ഹോക്കിംഗ് ഇത്രയെല്ലാം ചെയ്തു എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അയാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അസാധാരണമായ ആശയവിനിമയവും ശാരീരിക ദൗർബല്യങ്ങളും വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. അദ്ദേഹത്തിനും അത് തന്നെയാണ് വേണ്ടത്. ശാരീരിക ദൗർബല്യങ്ങളെ ബാക്കിയുള്ളവരും വളരെ ഗൗരവമായിട്ട് എടുക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല. നിസ്സാരമായിട്ട് നമ്മളും കാണണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ബലഹീനതകളെ അദ്ദേഹം കാര്യമാക്കിയില്ല, നമ്മളും കാര്യമാക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. മറ്റുള്ളവരും അങ്ങനെ വിചാരിക്കണം അദ്ദേഹം കരുതുന്നു. തന്റെ ഇത്രയും വലിയ അസുഖം മറികടന്ന് ഫിസിക്സിലെ ഒരു മിന്നുന്ന താരമായി അദ്ദേഹം ഇന്നും പ്രകാശിക്കുന്നു. ഈ പാഠത്തിന്റെ ഒരു ഷോർട്ട് സമ്മറി ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ പാഠത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ആ ചെറിയ സമ്മറി കഴിയുന്നതും ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലുള്ള സമ്മറിയാണ്, മലയാളത്തിലല്ല, ഇംഗ്ലീഷിലുള്ള സമ്മറിയാണ്. 2-3 പ്രാവശ്യം വായിച്ച് കഴിയുന്നത്ര സെന്റൻസ് ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യവും നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും ഉത്തരം എഴുതാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. ഫസ്റ്റ് പാർട്ടിലെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. പിന്നെ മറ്റ് വീഡിയോകൾ, മറ്റ് പാഠങ്ങളുടെ ചില പാഠം കൂടിയേ ബാക്കിയുള്ളൂ. ഏതാണ്ട് കുറെ പാഠങ്ങളൊക്കെ ഇപ്പം ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്താൽ ബാക്കി ഭാഗങ്ങളും കൂടെ ഞാൻ പ്രസിദ്ധീകരിക്കുന്ന മുറക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാവരും പൂർണ്ണമായി സമയം ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. കൂടുതൽ ടൈം യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിക്കാതെ അതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഗുഡ് നൈറ്റ്.